ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് പഠിക്കാൻ തുടങ്ങാം. പഠിപ്പാണല്ലോ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഒരു പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ വാരി വലിച്ച് പഠിക്കാതെ ഒരു ടോപ്പിക്കിൽ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രേഖ എന്ന് പറയുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ കേന്ദ്ര ലക്ഷ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സമ്പന്നവും വൈവിധ്യവുമാർന്ന ജീവിതത്തിനായി പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രേഖ എന്ന് പറയുന്നത് ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ കേന്ദ്ര ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സമ്പന്നവും വൈവിധ്യവുമാർന്ന ജീവിതത്തിനായി പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റുവാണ്. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. അപ്പോൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനപ്പെട്ട നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതൊന്നുകൂടെ വായിക്കാം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത് നെഹ്റുവാണ്. 1951 ഏപ്രിൽ 1 കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകി കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 1952. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത് 52-ലാണ്. സാമൂഹിക വികസന പദ്ധതി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചു. അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് സാമൂഹിക വികസന പദ്ധതി, അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻസ് പ്രോഗ്രാം എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന നടത്തിപ്പിൽ പ്രധാന പങ്കുവച്ച മലയാളിയാണ് കെ എൻ രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവച്ച മലയാളിയാണ് കെ എൻ രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവച്ച മലയാളിയാണ് കെ എൻ രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? കെ എൻ രാജാണ്. സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2 ആരംഭിച്ചത്. അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 52 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികാസമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണ വികാസമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1953 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകൃതമായി. 1953 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകൃതമാവുന്നത് അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. UGC ആക്ട് പാസ്സായത് 1956 കേട്ടോ. UGC ആക്ട് 1956. 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5 IITകൾ സ്ഥാപിതമായി. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി എന്നിവയാണ് IITകൾ. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ എന്നിവയാണ് 5 IITകൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. 1955 എന്ത് ചെയ്തു? കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യവും വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1%. അപ്പോൾ ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ടത് 2.1%. കൈവരിച്ചത് 3.6%. കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 3.6%. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ജലസേചന പദ്ധതികളാണ് ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നിവ.
അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ആരംഭിച്ച ജലസേചന പദ്ധതികളാണ് ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നിവ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആരാണെന്ന് പറഞ്ഞു? നെഹ്റു ആണെന്ന് പറഞ്ഞു. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ പഠിച്ചു. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകി കമ്മ്യൂണിറ്റി വികസന പദ്ധതി ആരംഭിച്ചു. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചു. ആമുഖം തയ്യാറാക്കിയത് കെയ്ൻ രാജും പ്രവർത്തിച്ച മലയാളി രാജുവാണ് നമ്മൾ പഠിച്ചു. സാമൂഹ്യ വികസന പദ്ധതി 52-ലാണ് ആരംഭിച്ചതെന്ന് പഠിച്ചു. പിന്നെ UGC നിലവിൽ വന്നത് 1953-ലാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ 5 ഐഐടികൾ സ്ഥാപിതമായി. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചു കേരളത്തിലെ. അത് 1955-ലാണ്. ലക്ഷ്യം വെച്ച 2.1%, കൈവരിച്ച 3.6%. പിന്നെന്താണ്? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ജലസേചന പദ്ധതികൾ ആരംഭിച്ചത്. ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നിവയാണ് അവ. ഓക്കെ, അടുത്ത് ഇനി ഇതിൻ്റെ ബാക്കി പുറകിലുണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാം. ഇല്ല, രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് റീസൈക്കിൾ ചെയ്ത് വരുമ്പോൾ അപ്പം പഠിക്കാം. നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിക്കുന്ന പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ ടോട്ടലി കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് പോവുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ റാങ്ക് ഫയലിലൊക്കെ വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ. ഇത് കാസ്പീരിയയുടെ നോട്ടാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പഠിക്കാം ആദ്യം. ദേശീയ ആസൂത്രണ കമ്മിറ്റി. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938-ലാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതെന്ന് വെച്ചാൽ എന്താണ്? 1938 ഹരിപുര INC സമ്മേളനത്തിലാണ്. 1938 ഹരിപുര INC സമ്മേളനത്തിൽ വെച്ചാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയായിരുന്നു വെച്ചാൽ ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസാണ്. രൂപീകരിച്ചത് നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ചത് 1938-ലാണ്. ഹരിപുര INC സമ്മേളനത്തിൽ നേതൃത്വം നൽകിയത് ആരാണ്? രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തത് മേഘ്നാഥ് സാഖയാണ്. അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്താരെന്ന് വെച്ചാൽ ഏതാണ്? അത് മേഘ്നാഥ് സാഖയാണ്. മേഘ്നാഥ് സാഖ. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ തലവനായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് M വിശ്വേശ്വരയ്യയാണ്. അപ്പം ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ തലവനായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് M വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ജവഹർലാൽ നെഹ്റു ആ സ്ഥാനം ഏറ്റെടുത്തു. അപ്പം വിശ്വേശ്വരയ്യ സ്ഥാനം ഒഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റു ആ സ്ഥാനം ഏറ്റെടുത്തു. ഇതിന് പിന്തുടർച്ചയെന്നോണം 1946 ഇടക്കാല ഗവൺമെൻറ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് തുടർച്ചയായിട്ട് വന്നോണം എന്ത് ചെയ്തു? 1946 ഇടക്കാല ഗവൺമെൻറ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് KC നിയോഗിയായിരുന്നു. അപ്പോൾ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് KC നിയോഗിയായിരുന്നു. ഈ പദ്ധതി പ്രകാരം തുടക്കത്തിൽ പ്രവർത്തനങ്ങൾ ത്വരിതമായിട്ട് നടന്നെങ്കിലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും തുടർന്ന് കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത് 1948-49 കാലഘട്ടത്തിലുമാണ്. അപ്പം നമ്മൾ ഈ ഒരു പേജ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകൃതമായത് 1938-ലാണ്. ഹരിപുര INC സമ്മേളനത്തിലാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ സുഭാഷ് ചന്ദ്രബോസാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് മേഘനാഥ് സാഖയാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ ആദ്യ തലവനായിട്ട് തിരഞ്ഞെടുത്തിരുന്ന M വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹം മാറിയതിനു ശേഷമാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു വരുന്നത്. ഇതിന് പിന്തുടർച്ച എന്നോണം 1946 ഇടക്കാല ഗവൺമെൻറ് ദേശീയ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. 1946 അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് KC നിയോഗിയായിരുന്നു. 48-49 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത്. അടുത്ത് നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹിയായിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജന ഭവൻ ന്യൂഡൽഹി. യോജിച്ചിട്ടല്ലേ, ആലോചിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്നത് ആലോചിക്കുക. അപ്പോൾ യോജന ഭവൻ ന്യൂഡൽഹി. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുരുസലാൽ നാഥ് നന്ദയാണ്. ഇന്നലെയും കൂടെ ചോദിച്ചതേ ഉള്ളൂ, ഇന്നലെ ഒരു എക്സാമിനും കൂടെ ചോദിച്ചേ ഉള്ളൂ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മിത്തൽ, RK പാട്ടീൽ എന്നിവരാണ്. അപ്പോൾ ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് CD ദേശ്മുഖ്, ഒന്ന് CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, രണ്ട് VT കൃഷ്ണമാചാരിയും JL മേത്ത ആൻഡ്
RK പാട്ടീൽ എന്നിവരാണ്. ഓക്കെ. ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ആസൂത്രണ മാതൃകയാണ്? അത് സോവിയറ്റ് യൂണിയൻ്റെ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്ന ലക്ഷ്യമാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് ആസൂത്രണ കമ്മീഷൻ അല്ലെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. അപ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനമോ അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതി മാത്രമാണ്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതി മാത്രമാണ്. സാമൂഹികവും സാമ്പത്തികപരവുമായ വികസനത്തിനുള്ള ആസൂത്രണ കമ്മീഷൻ്റെ പരമോന്നത ഭാഗമായിരുന്നു ആസൂത്രണത്തിൻ്റെ പരമോന്നത ഭാഗമായിരുന്നു ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ചെയർമാൻ നരേന്ദ്രമോദിയായിരുന്നു. അപ്പം നമ്മുടെ ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയായിരുന്നു കേട്ടോ. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ മുണ്ടേക് സിംഗ് അലുവാലിയാണ്. അപ്പം അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് മുണ്ടേക് സിംഗ് അലുവാലിയ. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് 1965-ലാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടെന്നാണ് 1965-ലാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ 1965. അതുപോലെ തന്നെ സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആസൂത്രണ കമ്മീഷനാണ്. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ആസൂത്രണ കമ്മീഷനാണ്. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആസൂത്രണ കമ്മീഷനാണ്. സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ സൂപ്പർ ക്യാബിനറ്റ് എന്നോ സാമ്പത്തിക ക്യാബിനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച 2001-ലാണ്. ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001-ലാണ്. പഴയ ആസൂത്രണ കമ്മീഷൻ്റെ ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ ആയിരുന്നില്ല, ഒരു ഉപദേശക സ്ഥാപനമായിരുന്നു. അതെല്ലാവർക്കും അറിയാലോ. ഇന്ത്യയിൽ സാമൂഹിക സാമ്പത്തികവുമായ വികസനത്തിനുള്ള ആസൂത്രണത്തിൻ്റെ പരമോന്നത ഭാഗമായിരുന്നു ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ സാമൂഹിക സാമ്പത്തികവുമായ വികസനത്തിനുള്ള ആസൂത്രണത്തിൻ്റെ പരമോന്നത ഭാഗമായിരുന്നു ആസൂത്രണ കമ്മീഷൻ. ദ ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണമല്ലോ. രാജ്യത്തിൻ്റെ ഭൗതിക മൂലധനം, മാനവവിഭവശേഷി എന്നിവയുടെ വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ രാജ്യത്തിൻ്റെ ഭൗതിക മൂലധനം, മാനവവിഭവശേഷി എന്നിവ വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ വിഭവങ്ങളുടെ ഏറ്റവും ഫലപ്രദവും സന്തുലിതവുമായ വിനിയോഗത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കുക. വിനിയോഗത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കുക. മുൻഗണനകൾ നിലനിർത്തുന്നതിനും എന്തൊക്കെ ഘട്ടങ്ങളാണ് പദ്ധതി നടപ്പാക്കേണ്ടതെന്ന് നിർവചിക്കുന്നതിനും മുൻഗണനകൾ നിലനിർത്തുക. അതുപോലെ തന്നെ ഏതൊക്കെ ഘട്ടങ്ങളാണ് പദ്ധതി നടപ്പാക്കേണ്ടതെന്ന് നിർവചിക്കുക. സാമ്പത്തിക വികസനത്തെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളെ സൂചിപ്പിക്കുക. കണ്ടെത്തുക. ഓരോ ഘട്ടത്തിലും പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ മിഷനറിയുടെ സ്വഭാവം നിർണ്ണയിക്കുക. അപ്പം ഓരോ ഘട്ടത്തിലും പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ മിഷനറിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിന്, പ്ലാൻ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ശുപാർശ ചെയ്യുന്നതിനും. അപ്പോൾ പ്ലാൻ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ശുപാർശ ചെയ്യുന്നതിനും. ഒരു വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉപദേശത്തിനായി റഫർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ചുമതല നിർവഹിക്കുന്നതിന് ഉചിതമായ ശുപാർശകൾ നൽകുന്നതിന് എന്നൊക്കെയാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ബിസിനസ് റൂളുകളെ അലോക്കേഷൻ മുൻകാല ആസൂത്രണ കമ്മീഷനെ ഇനി പറയുന്ന കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ എന്താണെന്ന് ഒരു വലിയ ഡിഗ്രി ലെവലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ LGS 10th ലെവലുള്ള അത്ര പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നുന്നു. ഞാനത് സ്കിപ്പ് ചെയ്യണം. മുമ്പ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററും പഴയ പ്ലാനിംഗ് കമ്മീഷൻ്റെ കീഴിലായിരുന്നു. പിന്നീട് വിവരസാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലായി എന്നുള്ളത് പഠിക്കുന്നു. മുൻകാല ആസൂത്രണ കമ്മീഷൻ ഒരു സ്റ്റാഫ് ഏജൻസി മാത്രമായിരുന്നു. അതുപോലെ ഒരു അഡ്വൈസറി ബോഡിയും കൂടിയായിരുന്നു. ഒരു അഡ്വൈസറി ബോഡി കൂടിയായിരുന്നു. മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തം ഇല്ലായിരുന്നു. എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തമില്ലായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അധികാരമുണ്ടായിരുന്നില്ല. നടപ്പിലാക്കുന്നതിനും ഈ ആസൂത്രണ കമ്മീഷന് ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ഈ അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്.
മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ ഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. കമ്മീഷന് ഒരു ഡെപ്യൂട്ടി ചെയർമാനും കൂടെ ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി ചെയർമാൻ കമ്മീഷൻ്റെ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് ഹെഡായിരുന്നു. അതായത് മുഴുവൻ സമയ പ്രവർത്തന തലവനായിരുന്നു. പഞ്ചവത്സര പദ്ധതികളുടെ കരട് രൂപീകരിക്കുന്നതിനും അത് കേന്ദ്ര ക്യാബിനറ്റ് സമർപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുടെ കരട് രൂപീകരണത്തിനും അത് കേന്ദ്ര ക്യാബിനറ്റിന് സമർപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റ് ഒരു നിശ്ചിത കാലത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നു. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് പദവിയായി സമാനമായ ഒരു പദവിയായിരുന്നു. അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് ഒരു നിശ്ചിത കാലത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നു. ക്യാബിനറ്റ് മന്ത്രിക്ക് സമാനമായ ഒരു പദവിയായിരുന്നു ഈ ഡെപ്യൂട്ടി ചെയർമാൻ. മന്ത്രിസഭയിൽ അംഗമല്ലായിരുന്നെങ്കിലും മന്ത്രിസഭയുടെ എല്ലാ യോഗങ്ങളിലും വോട്ടവകാശമില്ലാതെ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ മന്ത്രിസഭയിൽ അംഗമൊന്നും അല്ലെങ്കിലും വോട്ടവകാശം ഇല്ലാതെ പങ്കെടുക്കാൻ സഭകളിൽ പറ്റുമായിരുന്നു. ചില കേന്ദ്രമന്ത്രിമാരിലെ കമ്മീഷനിലെ പാർട്ട് ടൈം അംഗങ്ങളായി നിയമിച്ചിരുന്നു. ചില മന്ത്രിമാരെ എന്ത് ചെയ്തു? ഈ ആസൂത്രണ കമ്മീഷനിലെ പാർട്ട് ടൈം അംഗങ്ങളായിട്ട് നിയമിച്ചിരുന്നു. ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിരുന്നു. ധനമന്ത്രിയും ആസൂത്രണ കമ്മീഷനിലെ ആസൂത്രണ മന്ത്രി അല്ലേ, അപ്പം ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിരുന്നു. കമ്മീഷനിൽ 4 മുതൽ 7 വരെയുള്ള മുഴുവൻ വിദഗ്ധ അംഗങ്ങളുണ്ടായിരുന്നു. കമ്മീഷനിൽ 4 മുതൽ 7 വരെയുള്ള മുഴുവൻ സമയ വിദഗ്ധ അംഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് സംസ്ഥാന മന്ത്രി പദവിക്ക് സമാനമായ റാങ്ക് നൽകിയിരുന്നു. IAS പദവിയിലെ മുതിർന്ന അംഗത്തെ കമ്മീഷനിലെ ഒരു മെമ്പർ സെക്രട്ടറിയെ നിയമിച്ചിരുന്നു. IAS പദവിയിലെ ഒരു മുതിർന്ന അംഗത്തെ എന്ത് ചെയ്തു? മെമ്പർ സെക്രട്ടറിയായിട്ട് നിയമിച്ചിരുന്നു. സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു തരത്തിലും കമ്മീഷൻ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. പഴയ ആസൂത്രണ കമ്മീഷൻ പൂർണ്ണമായും കേന്ദ്രം രൂപീകരിച്ച സ്ഥാപനമായിരുന്നു. അപ്പം സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു തരത്തിലും കമ്മീഷനിലെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ ആസൂത്രണ കമ്മീഷൻ എന്താണ്? പൂർണ്ണമായും കേന്ദ്രം രൂപീകരിച്ചൊരു സ്ഥാപനമായിരുന്നു. അടുത്ത മുൻകാല വിമർശനാത്മക വിലയിരുത്തൽ നോക്കാം. മുൻകാല ആസൂത്രണ കമ്മീഷൻ ആദ്യ ഉപദേശക ചുമതലയുള്ള സ്റ്റാഫ് ഏജൻസിയായാണ് സ്ഥാപിതമായത്. എന്നാൽ കാലക്രമേണ അത് ശക്തവും നിർദ്ദിഷ്ടാധിഷ്ഠിതവുമായ ഒരു അതോറിറ്റിയായി ഉയർന്നു വന്നു. ഇതിലൂടെ കമ്മീഷൻ്റെ ശുപാർശകൾ യൂണിയൻ സംസ്ഥാനങ്ങൾ പരിഗണിക്കുന്നു. സൂപ്പർ ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്, എക്കണോമിക് ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ് എന്നിങ്ങനെ ആസൂത്രണ കമ്മീഷന് വിശേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? സൂപ്പർ ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്, എക്കണോമിക് ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്. സൂപ്പർ ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്, എക്കണോമിക് ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ് എന്നിങ്ങനെ ആസൂത്രണ കമ്മീഷന് വിശേഷണം ഉണ്ടായിരുന്നു. The following observations were made of the domineering role played by the അത് വേണ്ട ഈ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. കെ സന്താനം എന്ന് പറയുന്ന ആസൂത്രണ ഫെഡറേഷനെ മറികടക്കുന്നു. നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും ഏകീകൃത സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം കെ സന്താനം പറയുന്ന ആസൂത്രണ ഫെഡറേഷനെയാണ് മറികടക്കുന്നത്. അതുപോലെ നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും ഒരു ഏകീകൃത സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. 4ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ PV രാജമന പറയുന്നത് ഫെഡറൽ സാമ്പത്തിക കൈമാറ്റത്തിൽ മുൻ ആസൂത്രണ കമ്മീഷനും ധനകാര്യ കമ്മീഷനും തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഓവർലാപ്പിംഗ് എടുത്തു കാണിച്ചു എന്നുള്ളതാണ്. അപ്പം 4ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ PV രാജമന പറയുന്നത് ഫെഡറൽ സാമ്പത്തിക കൈമാറ്റത്തിൽ മുൻ ആസൂത്രണ കമ്മീഷനും ധനകാര്യ കമ്മീഷനും തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഓവർലാപ്പിംഗ് എടുത്തു കാണിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. അടുത്തിന് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ 1967 സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് EMS ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എം കെ ഹമീദായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് MK ഹമീദാണ്. അടുത്ത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നോക്കാം. ദേശീയ വികസന സമിതി രൂപീകരിച്ച 52 ഓഗസ്റ്റ് 6 1952 ഓഗസ്റ്റ് 6 ദേശീയ വികസന സമിതി രൂപീകരിച്ച നാഷണൽ ഡെവലപ്മെൻറ്റ് സമിതി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6 NDC അഥവാ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിച്ചത്. NDC ഒരു ഉപദേശക സമിതിയാണ്. NDCയും എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് എന്ത് ചെയ്യുന്നു? അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹി വിധാൻ ഭവനാണ്. അപ്പം NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹി അഥവാ വിധാൻ ഭവനാണ്. NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹി വിധാൻ ഭവനാണ്. ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. NDCയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. NDCയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്.
NDCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബർ 8-9 തീയതികളിലാണ്. ആദ്യ സമ്മേളനം 52 നവംബർ 8-9 തീയതികളിലാണ്. 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റി. അപ്പം 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ചു. 1967 ഒക്ടോബർ 7 എന്ത് ചെയ്തു? ഇത് പുനഃസംഘടിപ്പിച്ചു. 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റി എന്നറിയപ്പെടുന്നത്. NDC അതിൻ്റെ സുവർണ ജൂബിലി മീറ്റിംഗ് ചേർന്നത്, അതായത് 50ാമത് മീറ്റിംഗ് ചേർന്നത് 2002 ഡിസംബർ 21-നാണ്. 50ാമത് മീറ്റിംഗ് ചേർന്നത് 2002 ഡിസംബർ 21-നാണ്. 12ാം പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിന് 2012 ഡിസംബർ 27 NDCയുടെ അവസാന യോഗം ചേർന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ ശുപാർശ പ്രകാരം 52 ഓഗസ്റ്റിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെ ദേശീയ വികസന കൗൺസിൽ സ്ഥാപിതമായി. ആസൂത്രണ കമ്മീഷനെ പോലെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ ബോഡിയോ അല്ല. അടുത്ത് അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ ആൾ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ ആൾ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ആൾ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, മെമ്പേഴ്സ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്. അപ്പം നീതി ആയോഗിൻ്റെ അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആസൂത്രണ കമ്മീഷൻ്റെ സെക്രട്ടറി NDCയുടെ സെക്രട്ടറി പ്രവർത്തിക്കുന്നു. അപ്പം നീതി ആയോഗിൻ്റെ സെക്രട്ടറി എന്ത് ചെയ്തു? NDCയുടെ സെക്രട്ടറിയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. NDC ആസൂത്രണ കമ്മീഷൻ്റെ, അതായത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭരണപരവും മറ്റ് സഹായങ്ങളും നൽകുന്നുണ്ട്. അടുത്ത ലക്ഷ്യങ്ങൾ നോക്കാം. താഴെ പറയുന്ന ലക്ഷ്യങ്ങളാണ് NDC സ്ഥാപിച്ചത്. പദ്ധതിയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക. അപ്പോൾ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാന സഹകരണം ഉറപ്പാക്കുക. പ്ലാനിങ്ങിൻ്റെ പിന്തുണയോടെ രാജ്യത്തിൻ്റെ പരിശ്രമങ്ങളും റിസോഴ്സുകളും ശക്തിപ്പെടുത്തുകയും സമാഹരിക്കുകയും ചെയ്യുക. പിന്നെ എല്ലാ സുപ്രധാന മേഖലകളിലും പൊതുവായ സാമ്പത്തിക നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സന്തുലിതവും വേഗത്തിലുമുള്ള വികസനം ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് NDC താഴെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? ദേശീയ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള ഗൈഡ് ലൈൻ നിർദ്ദേശിക്കുക. ആസൂത്രണ കമ്മീഷൻ, ഇപ്പോൾ നീതി ആയോഗ് തയ്യാറാക്കിയ നാഷണൽ പ്ലാൻ പരിഗണിക്കുക. അപ്പം നീതി ആയോഗ് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ നൽകിയ പ്ലാന് അംഗീകരിക്കുക, അല്ലെങ്കിൽ പരിഗണിക്കുക. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ റിസോഴ്സുകളുടെ ഒരു വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ദേശീയ വികസനത്തെ ബാധിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക നയങ്ങളുടെ സുപ്രധാന ചോദ്യങ്ങൾ പരിഗണിക്കുക. ദേശീയ പദ്ധതിയുടെ പ്രവർത്തനം കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യുക. ദേശീയ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന എയിംസ് ആൻഡ് ടാർഗറ്റ് കൈവരിക്കാനുള്ള നടപടികൾ ശുപാർശ ചെയ്യുക. ആസൂത്രണ കമ്മീഷൻ്റെ തയ്യാറാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ കരട് ആദ്യം മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുന്നു. അതിൻ്റെ അംഗീകാരത്തിന് ശേഷം NDCയുടെ സ്വീകാര്യതയ്ക്ക് വയ്ക്കുന്നു. തുടർന്ന് പദ്ധതി പാർലമെൻറ്റ് അവതരിപ്പിക്കും. അതിൻ്റെ അതിൻ്റെ അംഗീകാരത്തോടെ ഇത് ഔദ്യോഗിക പദ്ധതിയാക്കുകയും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിനാൽ സാമൂഹിക സാമ്പത്തികമായി വികസനം ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങൾക്ക് ഉത്തരവാദികളായ പാർലമെൻറ്റിന് താഴെയുള്ള ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് NDC എന്നറിയപ്പെടുന്നത്. അതിനാൽ സാമൂഹിക സാമ്പത്തികവുമായി വികസനം ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങൾക്ക് ഉത്തരവാദികളായ പാർലമെൻറ്റിന് താഴെയുള്ള ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് NDC. എന്നാലും ഇത് ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. NDCയുടെ ശുപാർശകൾ നിർബന്ധ സ്വഭാവമുള്ളവയല്ല. NDCയുടെ സ്വഭാവം എന്താണ്? ഇതിൻ്റെ ശുപാർശകൾ നിർബന്ധ സ്വഭാവമുള്ളവയല്ല. NDC കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശുപാർശകൾ നൽകുകയും എല്ലാ വർഷവും 2 തവണയെങ്കിലും യോഗം ചേരുകയും വേണം. അപ്പോൾ NDC കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശുപാർശകൾ നൽകുകയും എല്ലാ വർഷവും 2 തവണയെങ്കിലും യോഗം ചേരുകയും വേണം. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, പ്ലാനിംഗ് കമ്മീഷൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ആൻഡ് ലിങ്കായി പ്രവർത്തിക്കുക എന്നതാണ് NDCയുടെ പ്രഥമവും പ്രാധാന്യവുമായ പ്രവർത്തനം. പ്രത്യേകിച്ച് ആസൂത്രണ മേഖലയിൽ പദ്ധതികളുടെ നയങ്ങളുടെയും പരിപാടികളുടെയും ഏകോപനം കൊണ്ടുവരാൻ. ഇക്കാര്യത്തിൽ NDC വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ചർച്ചകൾക്കുള്ള ഒരു വേദിയായും ഫെഡറൽ രാഷ്ട്രീയ വ്യവസ്ഥയിൽ അവർക്കിടയിൽ ഉത്തരവാദിത്തം പങ്കിടുന്നതിനുള്ള ഒരു ഉപാധിയായും NDC പ്രവർത്തിച്ചിട്ടുണ്ട്. NDCയുടെ പ്രവർത്തനത്തെക്കുറിച്ച് തികച്ചും വിപരീതമായ 2 വീക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരു വശത്ത് വിശാലവും ശക്തവുമായ ഘടന കാരണം ഇതിനെ സൂപ്പർ ക്യാബിനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. NDCയുടെ ശുപാർശകൾ ഉപദേശം മാത്രമല്ല അവ നിർബന്ധവുമല്ല. നിർബന്ധവുമല്ല. ദേശീയ ഉത്തരവിൻ്റെ പിന്തുണയുള്ളതിനാൽ അവഗണിക്കാനും പറ്റില്ല. അപ്പം ദേശീയ ഉത്തരവിൻ്റെ പിന്തുണയുള്ളതിനാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവഗണിക്കാനും പറ്റില്ല. മറുവശത്ത് കേന്ദ്ര സർക്കാർ ഇതിനകം എടുത്ത നയപരമായ തീരുമാനങ്ങളുടെ വെറും റബ്ബർ സ്റ്റാമ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ദീർഘകാലമായി കേന്ദ്രത്തിലെ സംസ്ഥാനത്തിലും കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് അക്കാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്നത്.
വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ ആവിർഭാവം കാരണം NDC അതിൻ്റെ ഫെഡറൽ സ്വഭാവം ക്രമാനുഗതമായി നേടിയെടുക്കുകയും ദേശീയ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് NCERT കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ, അതും കൂടെ കഴിഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞു. ആസൂത്രണം എന്തെന്നുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിന് സ്വീകരിച്ച വികസന തന്ത്രം സാമ്പത്തിക ആസൂത്രണം എന്നതായിരുന്നു. ദേശീയവും അന്തർദേശീയവുമായ ഒട്ടേറെ ഘടകങ്ങൾ ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുകയുണ്ടായി. അവയിൽ പ്രധാനമായും താഴെ കൊടുത്തിരിക്കുന്നു. 30കളിൽ അന്തർദേശീയ രംഗത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ അനുഭവങ്ങൾ. ആസൂത്രണത്തിലൂടെ സോവിയറ്റ് യൂണിയൻ കൈവരിച്ച സാമ്പത്തിക വളർച്ച. 1944 ബോംബെയിലെ വൻ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതി. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഘടകങ്ങളുടെ സ്വാധീന ഫലമായി സർക്കാർ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു. നിശ്ചിതമായ ചില വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെ ആസൂത്രണമെന്ന് വിശേഷിപ്പിക്കാം. ആസൂത്രണ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള ചുമതല ആർക്കായിരിക്കണം, പദ്ധതിയുടെ നടത്തിപ്പ് എപ്രകാരമായിരിക്കണം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിലേക്ക് നയിച്ചു. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത്. പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ. ഉപദേശക സ്വഭാവമുള്ള കമ്മീഷനാണ്. പദ്ധതിയുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുകയാണ് കമ്മീഷന്റെ ചുമതല. 2014 ഓഗസ്റ്റ് 13 65 വർഷം തികയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. 2014 ഓഗസ്റ്റ് 13 എന്ത് ചെയ്തു? പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി എന്ന് പറയുന്നു. ഇതിൽ ആ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. LGSനൊക്കെ ചോദിക്കുക ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇതൊന്ന് വായിച്ച് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. അപ്പം ഒരു വായിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിടാൻ പറ്റും.